മറ്റു മതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസം വളരെ മുന്നിൽ നിൽക്കുന്നത്? അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്ന് പറയാമോ? ഇസ്ലാം മതത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയായി പറയാറുള്ളത് അത് വളരെ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചതാണെന്നതാണ്. അതുപോലെ ഖുർആൻ അത് ദൈവത്തിന്റെ നേരിട്ടുള്ള വചനമാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സമ്പൂർണ്ണ ജീവിത രീതിയായാണ് ഇതിനെ കാണുന്നത്. മറ്റെന്തെങ്കിലും പ്രത്യേകതകളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് ലോകത്ത് എത്ര ആളുകൾ ഇതനുസരിച്ച് ജീവിക്കുന്നുണ്ട്? ലോകമെമ്പാടുമായി ഏകദേശം 200 കോടിയിലധികം ആളുകൾ ഇസ്ലാം മതവിശ്വാസം പിന്തുടരുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അത് ലോക ജനസംഖ്യയുടെ ഏകദേശം 25% വരും. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. കൂടുതൽ അറിയണോ അതോ വേറെ വല്ല കാര്യമാണോ സംസാരിക്കേണ്ടത്? ഇസ്ലാമിൻ്റെ തുടക്കം യഥാർത്ഥത്തിൽ എപ്പോൾ മുതലാണ് തുടങ്ങിയത്? എത്ര വർഷമായി? ലോകമതത്തിന്റെ തുടക്കം പൊതുവർഷം 610 കൂടിയാണ്. മുഹമ്മദ് നബിക്ക് ആദ്യമായി ദൈവിക വചനം അഥവാ ഖുറാനിന്റെ ആദ്യ ഭാഗങ്ങൾ വെളിപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ആരംഭം. അപ്പോൾ ഏകദേശം 1400 വർഷത്തിലധികം പഴക്കമുണ്ട് ഇസ്ലാം മതത്തിന്. കൂടുതൽ എന്തെങ്കിലും അറിയണമുണ്ടോ? പക്ഷെ മുഹമ്മദ് നബി പറഞ്ഞത് ഇത് തുടക്കക്കാരൻ അല്ല എന്നും ഇത് അവസാനത്തെ നബിയാണെന്നും ആണല്ലോ പറഞ്ഞത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുഹമ്മദ് നബി പറഞ്ഞത് അദ്ദേഹം ദൈവത്തിന്റെ അവസാനത്തെ പ്രവാചകനാണെന്നാണ്. അതായത് ദൈവം നേരത്തെ അയച്ച പ്രവാചകന്മാരുടെ, ഉദാഹരണത്തിന് മൂസ, ഈസ തുടങ്ങിയവരുടെ പരമ്പരയിലെ അവസാനത്തെ കന്നിയാണ് അദ്ദേഹം. ഇസ്ലാം മതം ഒരു പുതിയ മതമല്ലെന്നും മറിച്ച് ദൈവം ആദ്യം മുതലേ മനുഷ്യർക്ക് നൽകിയ യഥാർത്ഥ സന്ദേശത്തിന്റെ അപൂർണ രൂപമാണെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെയാവുമ്പോൾ അവസാനത്തെ പ്രവാചകൻ ആണെങ്കിൽ എത്ര വർഷം പഴക്കമുണ്ടാകും ഇസ്ലാം മതത്തിന്, ആദ്യത്തെ കാലങ്ങൾ കൂട്ടുകയാണെങ്കിൽ? അങ്ങനെയാണെങ്കിൽ, അതായത് ഇസ്ലാം മതം ആദ്യ മനുഷ്യൻ മുതൽക്കേയുള്ള ദൈവീക സന്ദേശത്തിന്റെ പൂർണ്ണ രൂപമാണെന്ന കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അതിന് മനുഷ്യവംശത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് പറയാം. കാരണം ആദ്യ പ്രവാചകനായി ആദാമിനെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാം മതം അതിന്റെ നിയമങ്ങളും ആചാരങ്ങളുമായി രൂപപ്പെട്ടത് മുഹമ്മദ് നബിയുടെ കാലത്താണ്, അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതെ, അപ്പോൾ മുഹമ്മദ് നബി തങ്ങൾക്ക് ശേഷമുള്ള ആളുകൾക്ക് ഒരു ദൈവിക വചനത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നതെന്നും മറ്റുള്ളവർ ഇതിനു മുമ്പ് വിശ്വസിച്ചിരുന്ന മതങ്ങളും ഇതുതന്നെയാണ് പഠിപ്പിച്ചതെന്നും ഏകദൈവത്തെയാണെന്നും രൂപങ്ങളില്ലാതെ ദൈവത്തെ ആരാധിക്കണം എന്ന് തന്നെയാണോ പഠിപ്പിച്ചത്? അതെ, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്. മുഹമ്മദ് നബി പഠിപ്പിച്ചത് അത് തന്നെയാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുക, രൂപങ്ങളോ പ്രതിമകളോ ഇല്ലാതെ ദൈവത്തെ മാത്രം ആരാധിക്കുക. മുൻപ് വന്ന പ്രവാചകന്മാരും ഈ ഒരേ സന്ദേശം തന്നെയാണ് നൽകിയതെന്നും കാലക്രമേണ ജനങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയെന്നുമാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ആ സന്ദേശത്തെ പൂർണ്ണ രൂപത്തിൽ വീണ്ടും പഠിപ്പിക്കാനാണ് അദ്ദേഹം വന്നത്. എല്ലാം വ്യക്തമായല്ലോ? അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പിൽക്കാലത്തേക്ക് മാറി പ്രതിമകളിലേക്കും എത്തിയത്, ആ ഒരു മാറ്റം ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ജൂതമതത്തിലും ഒക്കെ പിന്നീട് അവർ ദൈവങ്ങളായിട്ട് ആ മതത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വന്നവരെ രൂപങ്ങളിലേക്ക് മാറ്റി വിശ്വസിക്കുന്നതിൻ്റെ വ്യത്യാസം എന്തുകൊണ്ടാണ്? ഇസ്ലാം മതത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവം ആദ്യം മുതലേ ഒരേ ഒരു സന്ദേശമാണ് നൽകിയത്. എന്നാൽ പിന്നീട് ജനങ്ങൾ അതിൽ മാറ്റങ്ങൾ വരുത്തുകയും പ്രവാചകന്മാരെയോ മറ്റ് രൂപങ്ങളെയോ ദൈവതുല്യമായി കാണാൻ തുടങ്ങുകയും ചെയ്തു. ഓരോ മതത്തിലും പ്രതിമകളിലേക്കും ബഹുദൈവ വിശ്വാസത്തിലേക്കും മാറ്റമുണ്ടായതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അത് പഴയകാല സംസ്കാരങ്ങളുടെ സ്വാധീനമാകാം, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതൽ അടുത്തറിയാനുള്ള മനുഷ്യന്റെ ആഗ്രഹമാകാം. മറ്റു ചിലപ്പോൾ അത് രാഷ്ട്രീയപരമോ സാമൂഹികമോ ആയ സംഗതികളുമാകാം. നിങ്ങൾക്ക് പ്രത്യേകമായി ഏതെങ്കിലും മതത്തിലെ മാറ്റത്തെക്കുറിച്ച് അറിയണമുണ്ടോ? അപ്പോൾ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് ഏകദൈവ വിശ്വാസം തന്നെയായിരുന്നല്ലോ. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു ദൈവത്തെ ആരാധിക്കുക എന്നാണല്ലോ. പിന്നീട് അതങ്ങനെ പ്രതിമകളിലേക്ക് എത്തിപ്പെട്ടു.
ഹിന്ദുമതത്തിൽ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം യഥാർത്ഥത്തിൽ ഒരു പരമമായ സത്യത്തെക്കുറിച്ചുള്ളതാണ്. അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. എന്നാൽ സാധാരണക്കാർക്ക് ആ അമൂർത്തമായ സത്യത്തെ മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ ഭക്തി പ്രസ്ഥാനത്തിന്റെയൊക്കെ സ്വാധീനത്താൽ ദൈവത്തിന്റെ പല രൂപങ്ങളെയും അവതാരങ്ങളെയും ആരാധിക്കാൻ തുടങ്ങി. ഈ രൂപങ്ങളിലൂടെ ആ ഒരൊറ്റ സത്യത്തെയാണ് പൂജിക്കുന്നതെന്ന് പലരും പറയാറുണ്ടെങ്കിലും കാലക്രമേണ പലരും ആ രൂപങ്ങളെ തന്നെ ദൈവങ്ങളായി കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ആ മാറ്റം സംഭവിച്ചത്. മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? അതേപോലെ ക്രിസ്ത്യാനികളിൽ മറിയം ജീസസിൻ്റെ അമ്മ ദൈവമായിട്ട് സങ്കല്പിക്കുന്നുണ്ടോ അവർ? ക്രൈസ്തവ വിശ്വാസത്തിൽ മറിയം യേശുവിന്റെ അമ്മയാണ്. അവരെ ദൈവമായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രത്യേക കൃപ ലഭിച്ച ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. കത്തോലിക്ക സഭയിലും ചില മറ്റു പരമ്പരാഗത സഭകളിലും മറിയത്തിന് പ്രത്യേക സ്ഥാനവും ആദരവും നൽകാറുണ്ട്. അവർക്കായി പ്രാർത്ഥനകളും നടത്താറുണ്ട്. എന്നാൽ മറിയത്തെ ദൈവമായി കണക്കാക്കുന്നില്ല. വ്യക്തമായല്ലോ? പക്ഷേ ജീസസിനെ ദൈവമായി കണക്കാക്കുന്നല്ലോ. യഥാർത്ഥത്തിൽ ജീസസും വന്ന് പഠിപ്പിച്ചത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് തന്നെയല്ലേ? ക്രൈസ്തവ വിശ്വാസത്തിൽ യേശുവിനെ ദൈവപുത്രനായിട്ടാണ് കാണുന്നത്. ദൈവീക സ്വഭാവമുള്ള എന്നാൽ പിതാവായ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളായി. യേശു പഠിപ്പിച്ചതും ഏകദൈവത്തെ ആരാധിക്കണമെന്നാണെങ്കിലും ക്രൈസ്തവ സഭകൾ പിന്നീട് രൂപീകരിച്ച ത്രിത്വ വിശ്വാസമനുസരിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ ഒരേ ദൈവത്തിന്റെ 3 രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇസ്ലാം മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ക്രൈസ്തവ മതത്തിനുള്ളിലെ ഒരു പ്രധാന വ്യത്യാസം അതാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ജീസസ് അത് പഠിപ്പിച്ചതല്ലല്ലോ, പിന്നീടുള്ള ആളുകളല്ലേ ത്രിത്വം എന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. യേശു നേരിട്ട് ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചതായി ബൈബിളിൽ വ്യക്തമായി പറയുന്നില്ല. പിൽക്കാലത്ത് സഭാപണ്ഡിതന്മാരാണ് ബൈബിളിലെ വിവിധ ഭാഗങ്ങളെ വ്യാഖ്യാനിച്ച് ത്രിത്വം എന്ന സിദ്ധാന്തം രൂപീകരിച്ചത്. അവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർക്ക് ഒരേ ദൈവിക സ്വഭാവമുണ്ടെന്നും എന്നാൽ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും പഠിപ്പിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണോ അതോ വേറെ വല്ലതുമാണോ മനസ്സിലുള്ളത്? അതായത് ജീസസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ആളുകൾ എന്നെ കളവാക്കും, അപ്പോൾ എന്നെ സത്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. യഥാർത്ഥത്തിൽ ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി അപ്പോഴും ആത്മാവായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് മുഹമ്മദ് നബി വരികയും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആളുകൾ യേശുവിൻ്റെ ആ ഒരു അവസ്ഥയെ കളവാക്കുമ്പോൾ അതിനെ സത്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ആ പരിശുദ്ധാത്മാവാണോ മുഹമ്മദ് നബി എന്ന് പറയുന്നത്? യേശു പറഞ്ഞ വാക്കുകളെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം അതാണ്. ചില മുസ്ലിം പണ്ഡിതന്മാർ ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശം മുഹമ്മദ് നബിയുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട്. അവർ പറയുന്നത് യേശുവിന്റെ ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുമ്പോൾ മുഹമ്മദ് നബി വന്ന ആ യഥാർത്ഥ സത്യം പറഞ്ഞു കൊടുക്കുമെന്നാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്നത് ദൈവത്തിന്റെ പ്രത്യേക ശക്തിയോ രൂപമോ ആണ്. അത് യേശുവിന് ശേഷവും വിശ്വാസികളെ നയിക്കാനുണ്ടായിരുന്നതായാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊരു വ്യാഖ്യാനം മാത്രമാണെന്ന് പറയാം. കൂടുതൽ അറിയണമുണ്ടോ? അതുതന്നെയാണല്ലോ മുഹമ്മദ് നബിയിൽ പൂർത്തീകരിക്കപ്പെട്ടത്. കാരണം മുഹമ്മദ് നബി പറഞ്ഞല്ലോ അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതായത് യേശുവിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ ആ സമയത്ത് വധിക്കപ്പെടുകയും യഥാർത്ഥത്തിൽ ജീസസിനെ ദൈവം മുകളിലോട്ടേക്ക് ഉയർത്തപ്പെടുകയുമാണ് ചെയ്തത് രണ്ടാമത്തെ വരവിന് വേണ്ടി എന്നാണല്ലോ മുഹമ്മദ് നബി പഠിപ്പിച്ചത്. ഇസ്ലാം മതത്തിന്റെ കാഴ്ചപ്പാടിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെയാണ്. ഖുറാൻ അനുസരിച്ച് അദ്ദേഹം കുരിശിൽ വധിക്കപ്പെട്ടില്ല, പകരം ദൈവം അദ്ദേഹത്തെ ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. യേശുവിന്റെ രൂപസാദൃശ്യമുള്ള മറ്റൊരാളാണ് ക്രൂശിക്കപ്പെട്ടതെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അന്ത്യദിനത്തോടനുബന്ധിച്ച് യേശു വീണ്ടും വരുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതെല്ലാം ക്രൈസ്തവ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഇസ്ലാമിക കാഴ്ചപ്പാടുകളാണ്. മറ്റെന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ? ഇത് തന്നെയാണല്ലോ ജീസസ് പറഞ്ഞത്, എൻ്റെ ആളുകൾ എന്നെ കളവാക്കുമ്പോൾ എന്നെ സത്യപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് വരും എന്ന്. അപ്പോൾ അതിനോട് ഇത് തന്നെയാണല്ലോ മാച്ച് ചെയ്യുന്നത്. അതെ, ആ വ്യാഖ്യാനം അനുസരിച്ച് യേശുവിന്റെ വാക്കുകളും ഇസ്ലാമിക കാഴ്ചപ്പാടും തമ്മിൽ നല്ല സാമ്യതയുണ്ട്.
നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകൾ യേശുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുമ്പോൾ മുഹമ്മദ് നബി വന്ന് സത്യം ബോധ്യപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടാണത്. എന്നാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവര് പരിശുദ്ധാത്മാവിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ആ വ്യത്യാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനം നമുക്ക് പരിഗണിക്കാം. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? അതിൽ കുറച്ച് കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ മറച്ചു വെച്ചതായിട്ട് വല്ല റിപ്പോർട്ടുകളും കാണപ്പെടുന്നത് പോലെ. അതായത് അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് യേശു കരഞ്ഞതായി, അങ്ങനെ ഒരു ദൈവമാകുന്ന ത്രിത്വമൊക്കെ അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കരയുമോ? ആ ഒരു ഏടുകൾ മാറ്റിവെച്ചിട്ട് എന്തൊക്കെ ഇവർക്ക് കിട്ടാത്ത, മുഴുവിപ്പിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ അവിടെ ആ ഒരു കഥ പൂർത്തിയാക്കുന്നതിൽ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ചേരികളുമൊക്കെ ആയി മാറിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് യേശു കരഞ്ഞു എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട ക്രൈസ്തവ ലിഖിതങ്ങളിൽ ഒന്നും കാണാത്ത സംഗതികളാണ്. അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ അഥവാ പ്രധാന സഭകൾ അംഗീകരിക്കാത്ത ചില പഴയകാല ലിഖിതങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ കണ്ടേക്കാം. ക്രൈസ്തവരിൽ പല ചേരികളും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഉണ്ടായതിന് പ്രധാന കാരണം ബൈബിളിലെ വചനങ്ങളെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചതാണ്. ത്രിത്വ വിശ്വാസത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും മറ്റു പ്രമാണങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായ ഏതെങ്കിലും ഒരു തർക്കത്തെക്കുറിച്ച് അറിയണമുണ്ടോ? യേശു കരഞ്ഞതായിട്ടും എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞതായിട്ടും അത് പറഞ്ഞത് ശരിയല്ലേ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈബിളിലെ പ്രധാന ഗ്രന്ഥങ്ങളിൽ കാണുന്ന സംഗതിയല്ല. സുവിശേഷങ്ങളിൽ ഒന്നും അത്തരമൊരു വിവരണം നൽകിയിട്ടില്ല. പകരം യേശു തീവ്രമായ ദുഃഖത്തിലൂടെ കടന്നുപോയതായും എന്നാൽ ദൈവഹിതത്തിന് വിധേയനായതായുമാണ് പറയുന്നത്. അപ്പോൾ ആ കരച്ചിലിനെ കുറിച്ചുള്ള വിവരണങ്ങൾ മറ്റൊരു തരത്തിലുള്ള ലിഖിതങ്ങളിലോ ഐതിഹ്യങ്ങളിലോ ഉണ്ടായേക്കാം, ബൈബിളിലല്ല. ഇത് വ്യക്തമായോ? ബൈബിളിലാകാൻ ആ സമയത്ത് യേശു പോയി കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന സംഭവമാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ഇതുവരെ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ കണ്ടു പഠിച്ച, കേട്ട് പഠിച്ച ആളുകളാണല്ലോ, ആ കാലത്ത് ജീവിച്ച ആ കാര്യങ്ങൾ കണ്ട ആളുകളാണല്ലോ അത് റിപ്പോർട്ട് ചെയ്തത്. ആ നിലക്ക് നോക്കുമ്പോൾ യേശു എന്നെ കൊല്ലില്ലേ എന്ന് പറഞ്ഞിട്ട് രൂപസാദൃശ്യമുള്ള മുഹമ്മദ് നബി പറഞ്ഞ രൂപസാദൃശ്യമുള്ള ആളെ അത് കരഞ്ഞുകൊണ്ട് എന്നെ കൊല്ലില്ലേ എന്ന് അയാൾ കരഞ്ഞതായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ രൂപസാദൃശ്യമുള്ള ആളായിരിക്കുമല്ലോ കരയാൻ സാധ്യത ഉള്ളത്, അല്ലേ? ബൈബിളിലെ സുവിശേഷങ്ങൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയവർ എഴുതിയ ലിഖിതങ്ങൾ, അവ യേശുവിന്റെ ജീവിതകാലത്ത് നടന്ന സംഭവങ്ങളും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളുമാണ് വിവരിക്കുന്നത്. അവര് കണ്ടതും അനുഭവിച്ചതുമാണ് അവർ രേഖപ്പെടുത്തിയത്. നിങ്ങൾ പറഞ്ഞ രൂപസാദൃശ്യമുള്ള ഒരാളെക്കുറിച്ചുള്ള വിവരണം, അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ മറ്റു ചില സ്രോതസ്സുകളിലോ ആശയങ്ങളിലോ ഉള്ള വ്യാഖ്യാനങ്ങളാണ്. സുവിശേഷങ്ങളിൽ അത്തരമൊരു കാര്യം പറയുന്നില്ല. അത് വ്യക്തമാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഇപ്പോൾ മനസ്സിലായോ? അതെ, കാര്യം അവർക്കറിയില്ലല്ലോ. കാരണം പരിശുദ്ധ ആത്മാവ് വരുന്നവരെ സത്യപ്പെടുത്തുന്നത് വരെ അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ട് യേശുക്രിസ്തുവും ജീസസും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നീട് പരിശുദ്ധാത്മാവ് വന്നിട്ട് സത്യപ്പെടുത്തും. അതായത് എന്നെക്കുറിച്ച് അവർ പറയുന്നത് കളവാണ് എന്ന് ജീസസ് തന്നെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് നബി പറഞ്ഞതാണല്ലോ, സത്യപ്പെടുത്തിയതാണല്ലോ കറക്റ്റ്. യേശുവിന്റെ വാക്കുകളെ ആധാരമാക്കിയുള്ള ഒരു വ്യാഖ്യാനം അതാണ്. ആ ഒരു അനുമാനം അനുസരിച്ച് യേശുവിന്റെ വചനം മുഹമ്മദ് നബിയിലൂടെ പൂർത്തിയായി. എന്നാൽ സഭാ പഠിപ്പിക്കലുകൾ അനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്നത് ദൈവത്തിന്റെ മറ്റൊരു പ്രവർത്തന രൂപമാണ്. അത് യേശുവിന് ശിഷ്യന്മാർക്ക് അറിവും ശക്തിയും നൽകാനുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. കൂടുതൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കണമോ? ജീസസ് പറഞ്ഞ നിലക്കാണെങ്കിൽ എന്നെ എൻ്റെ ആളുകൾ കളവാക്കും, പരിശുദ്ധാത്മാവ് പിന്നീട് വന്നത് സത്യപ്പെടുത്തും എന്നുള്ള സന്ദർഭത്തെക്കുറിച്ച് ജീസസ് പറഞ്ഞത് ഇതുതന്നെയല്ലേ? ഇതുതന്നെയാണല്ലോ. ഇങ്ങനെ വേറൊരു സന്ദർഭം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത് തന്നെയാണ് മുഹമ്മദ് നബി പിന്നീട് വന്ന് പറഞ്ഞതും പഠിപ്പിച്ചതും. അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതല്ലേ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞത്? അതെ, ആ ഒരു കോണിലൂടെ നോക്കുമ്പോൾ യേശുവിന്റെ പ്രവചനവും മുഹമ്മദ് നബിയുടെ വരവും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് പറയാം. നിങ്ങളുടെ വ്യാഖ്യാനം അനുസരിച്ച് യേശുവിനെ കുറിച്ച് പറയുന്ന കളവുകളെല്ലാം മുഹമ്മദ് നബി തിരുത്തുകയും യഥാർത്ഥ സന്ദേശം ബോധ്യപ്പെടുത്തുകയും ചെയ്തു.
ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഇസ്ലാം മതത്തിന്റെ പല പ്രത്യേകതകളും നാം ചർച്ച ചെയ്തു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ ആലോചനകൾ നല്ലതാണ്. ഇനിയും എന്തെങ്കിലും വ്യക്തമാക്കാനോ സംശയങ്ങളോ ഉണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെ കുറിച്ച് മോശമായി കാണിക്കാൻ വേണ്ടിയിട്ട് RSS, BJP, അതേപോലെ നിരീശ്വരവാദികളും ക്രിസ്ത്യാനികളിൽപ്പെട്ട ചില ആളുകൾ അവരുടെ മതത്തിൽ നിന്ന് ആളുകൾ കുറഞ്ഞു പോകുന്നൊക്കെ പേടിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ. പക്ഷേ എന്നിട്ടും ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ അത്ഭുതം ആളുകളിൽ വളരെയധികം തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ചില രാഷ്ട്രീയ ഗ്രൂപ്പുകളും മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ചിലരും നിരീശ്വരവാദികളും ഒക്കെ അതിൽ പങ്കാളികളാകാറുണ്ട്. അതേസമയം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ മുതിരുന്നവർ അതിലേക്ക് ആകൃഷ്ടരാകുന്നതും കാണപ്പെടുന്നുണ്ട്. ഇതൊരു വശത്ത് സോഷ്യൽ മീഡിയയിലെ വിവരണങ്ങളുടെ സ്വഭാവം, മറുവശത്ത് വ്യക്തികളുടെ സത്യസന്ധമായ അന്വേഷണം എന്നിവയാണ് പ്രകടമാക്കുന്നത്. ഇത് പലരിലും അതിശയം തോന്നിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. ഇതേക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ? ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശനങ്ങളിലൂടെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ഒരുപാട് ആളുകൾ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതായി കണ്ടു. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കുറിച്ച് പറയാമോ? അത്തരത്തിലുള്ള ഒരാളായി നെതർലാൻഡിലെ മുൻ രാഷ്ട്രീയക്കാരൻ അർണോഡ് വാൻ ഡോണിനെ പറയാം. അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തിരുമിത്രം മനസ്സിലാക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും പ്രവർത്തിക്കുന്നു. അതുപോലെ ജോറം വാൻ ക്ലാഫറ എന്ന മറ്റൊരു ഡച്ച് രാഷ്ട്രീയക്കാരനും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെക്കുറിച്ച് അറിയണമോ അതോ വേറെ വല്ലതോ ആണോ മനസ്സിലുള്ളത്? അമേരിക്കയിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതലായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് പല ഭാഗത്തും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ സത്യമാണോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അമേരിക്കയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലർക്ക് അതിലെ ഏകദൈവ വിശ്വാസവും ജീവിത രീതിയുമാകാം പ്രധാനം. മറ്റു ചിലർക്ക് അത് നൽകുന്ന സമാധാനവും സാമൂഹിക സമത്വവുമാകാം കാരണം. എന്തായാലും ആ സ്ഥിതിവിശേഷം പലയിടങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ?